നമസ്കാരം. അമേരിക്കൻ ഫ്യൂച്ചറും യൂറോപ്യൻ ഫ്യൂച്ചറും ഏറെക്കുറെ ഫ്ലാറ്റ് സൈഡിൽ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു മാർജിനലി ഫ്ലാറ്റ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. കഴിഞ്ഞ ദിവസം ലേബർ മാർക്കറ്റിൽ നിന്നുള്ള സിഗ്നൽ പോസിറ്റീവായി മാറുകയും സീസ് ഫയറുമായി ബന്ധപ്പെട്ട, അതായത് ഇറാൻ യു എസ് സീസ് ഫയറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയും സീസ് ഫയർ അടുത്ത 2 ആഴ്ചയിലേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യത വന്നത് മൂലം അമേരിക്കൻ മാർക്കറ്റ് പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയിരുന്നു. S&P 0.3%, നാസ്ഡാക്ക് 0.5% ഉയർന്നു. അതേസമയം ഏഷ്യൻ മാർക്കറ്റിൽ നിന്നുള്ള റെസ്പോൺസ് പരിശോധിച്ചാൽ ഏഷ്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സ് കോഷ്യസ് ഔട്ട്ലുക്ക് തന്നെയാണ് വെച്ച് പുലർത്തിയിരിക്കുന്നത്. അതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട സീസ് ഫയർ ചർച്ചകൾ നടക്കുന്നത് കൊണ്ടാണ്. ഈ സാഹചര്യത്തിൽ സൗത്ത് കൊറിയൻ ഇൻഡെക്സ് 0.43%, ഓസ്ട്രേലിയൻ ഇൻഡെക്സ് 0.28%, ജപ്പാൻ്റെ ഇൻഡെക്സ് 0.7% ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റും നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുകയും മാർക്കറ്റിൽ വന്ന് റിലീഫ് റാലി അവസാനിച്ചു എന്നുള്ള സൂചന നൽകുകയും ചെയ്തു. സീസ് ഫയറുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾക്കനുസരിച്ചുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കേണ്ടത്. അതുപോലെ തന്നെ ബ്രന്റ് ക്രൂഡിൻ്റെ വില $98 പെർ ബാരൽ എന്ന ലെവലിലേക്ക് ഇടിയുകയും WTI ക്രൂഡിൻ്റെ വില $93 പെർ ബാരൽ എന്ന ലെവലിലേക്ക് ഇടിയുകയും ചെയ്തത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് കൂടിയാണ്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തേത് HDFC ലൈഫ്. HDFC ലൈഫിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നിട്ടുണ്ട്. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 4.7% വർദ്ധിച്ച് 475 കോടിയിൽ നിന്നും 497 കോടിയിലേക്ക് എത്തി. നെറ്റ് പ്രീമിയം 9% വർദ്ധിച്ച് 23,843 കോടിയിൽ നിന്നും 25,998 കോടിയിലേക്ക് എത്തി. ₹2.10 പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് വിപ്രോയുടെ റവന്യൂ 2.8% വർദ്ധിച്ച് 24,236 കോടിയിലേക്ക് എത്തി. മാർക്കറ്റ് 23,974 കോടി രൂപയുടെ റവന്യൂ ആണ് പ്രതീക്ഷിച്ചത്. മാർക്കറ്റ് എസ്റ്റിമേഷനെ കമ്പനിക്ക് ബീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എബിറ്റ 19.4% വർദ്ധിച്ച് 3,491 കോടിയിൽ നിന്നും 4,180 കോടിയിലേക്ക് എത്തി. ഇൻ ടേംസ് ഓഫ് എബിറ്റയും കമ്പനി എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. എബിറ്റ മാർജിൻ 17.25% ഉയർന്നു. എബിറ്റ മാർജിൻ ഇയർ ഓൺ ഇയറിൽ 14.82 നിന്നും 17.25% ഉയർന്നു. കൂടാതെ കമ്പനിയുടെ പ്രോഫിറ്റ് 12.27% വർദ്ധിച്ച് 3,119 കോടിയിൽ നിന്നും 3,501 കോടിയിലേക്ക് ഉയർന്നു. വിപ്രോയുടെ ക്വാർട്ടർലി റിസൾട്ട് മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത ഒരു ക്വാർട്ടർലി റിസൾട്ടാണ്. കൂടാതെ കമ്പനി ബൈബാക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ വിപ്രോ എന്ന സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മൂന്നാമത്തേത് ഏഞ്ചൽ വൺ ആണ്. ഏഞ്ചൽ വണ്ണിൻ്റെ റവന്യൂ 9.3% വർദ്ധിച്ച് 1,335 കോടിയിൽ നിന്നും 1,459 കോടിയിലേക്ക് എത്തി. എബിറ്റ 13% വർദ്ധിച്ച് 529 കോടിയിൽ നിന്നും 599 കോടിയിലേക്ക് എത്തി. നെറ്റ് പ്രോഫിറ്റ് 19% വർദ്ധിച്ച് 269 കോടിയിൽ നിന്നും 320 കോടിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഏഞ്ചൽ വണ്ണിൻ്റെയും ക്വാർട്ടർലി റിസൾട്ട് മികച്ചതാണ്. എബിറ്റ മാർജിൻ 39.7% നിന്ന് 41.3% ഉയരുകയും ചെയ്തു. വാരി എനർജിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 66% വർദ്ധിച്ച് 93 കോടിയിൽ നിന്നും 155 കോടിയിലേക്ക് എത്തി. കമ്പനിയുടെ റവന്യൂ 476 കോടിയിൽ നിന്നും ഇയർ ഓൺ ഇയറിൽ 1,102 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 63.7% വർദ്ധിച്ച് 126 കോടിയിൽ നിന്നും 206 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. എബിറ്റ മാർജിൻ 26% നിന്നും 18.76% ഇടിഞ്ഞിട്ടുണ്ട്. വാരി എനർജിയുടെയും ക്വാർട്ടർലി റിസൾട്ട് ഡീസൻ്റ് ആയതുകൊണ്ട് സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. VST ഇൻഡസ്ട്രീസിൻ്റെ റവന്യൂ 30% വർദ്ധിച്ച് 349 കോടിയിൽ നിന്നും 487 കോടിയിലേക്ക് എത്തി. എബിറ്റ 69 കോടിയിൽ നിന്നും 208 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 19.9% നിന്നും 45% ഉയരുകയും ചെയ്തു. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 120% വർദ്ധിച്ച് 53 കോടിയിൽ നിന്നും 116 കോടിയിലേക്ക് എത്തുകയും കമ്പനി ₹19 പെർ ഷെയർ എന്ന റേറ്റിൽ ഇൻട്രിം ഡിവിഡൻഡ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ VST ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെയും ഇന്ന് ഫോക്കസ് ചെയ്യാം. അലോക് ഇൻഡസ്ട്രീസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 2.2% വർദ്ധിച്ച് 913 കോടിയിൽ നിന്നും 933 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ക്വാർട്ടർലി റിസൾട്ട് മോശമാണ്. നെറ്റ് ലോസ് 67 കോടിയിൽ നിന്നും 186 കോടിയിലേക്ക് എത്തുകയും മാർജിൻ 0.89 നിന്നും 0.67% ഇടിയുകയും കമ്പനിയുടെ എബിറ്റ 23% ഇടിഞ്ഞ് 8 കോടിയിൽ നിന്നും 6.3 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. അതുകൊണ്ട് അലോക് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാം. ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കൂടി മനസ്സിലാക്കാം. പോളിടെക്, ടെൻകോർ, അപെക്സ് തുടങ്ങിയ കമ്പനികളുമായി ചേർന്ന് പോളിമർ കോമ്പൗണ്ട് ബിസിനസ്സിൽ കമ്പനി
പോളിമർ കോമ്പൗണ്ട് ബിസിനസ്സിൽ DCM ശ്രീരാം എന്ന കമ്പനി ഒരു ജോയിൻറ്റ് വെഞ്ചർ ആരംഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ DCM ശ്രീരാം എന്ന സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. പെന്നാർ ഇൻഡസ്ട്രീസിൽ ബന്ധൻ മ്യൂച്വൽ ഫണ്ട് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 5.04% ഉയർത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിയടെക് വബാഗ് എന്ന കമ്പനിക്ക് കുവൈറ്റിൽ നിന്നും 600 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ വിയടെക് വബാഗ് എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. ഐസ്ടെക് ഹെവി എഞ്ചിനീയറിംഗ് എന്ന കമ്പനി നൈജീരിയ ഷുഗർ കൗൺസിലുമായി ചേർന്ന് ഷുഗർ പ്രോജക്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ സപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ഒരു മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിൽ ഒപ്പുവെച്ചു. അതുകൊണ്ട് ഐസ്ടെക് ഹെവി എഞ്ചിനീയറിംഗ് എന്ന സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാം. ഗ്രാവിറ്റ ഇന്ത്യ എന്ന കമ്പനി രാഷ്ട്രീയ മെറ്റലിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് 98% നിന്നും 99% ഉയർത്തിയിട്ടുണ്ട്. RVNL എന്ന കമ്പനിക്ക് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയിൽ നിന്നും 967 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻ എന്ന കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവീസ് എഞ്ചിൻ, അതായത് കെയറോസ് എന്ന പേരിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവീസ് എഞ്ചിൻ ലോഞ്ച് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻ എന്ന സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. ഒരു ജർമ്മൻ ബേസ്ഡ് എനർജി കമ്പനിയിൽ നിന്നും 30 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതുകൊണ്ട് ഋഷഭ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. TVS മോട്ടോർ ഡ്രൈവെക്സ് മൊബിലിറ്റിയിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് 87% നിന്നും 92.4% ഉയർത്തിയിട്ടുണ്ട്. CESC എന്ന കമ്പനിക്ക് 600 മെഗാവാട്ട് ശേഷിയുള്ള വിൻഡ് സോളാർ ഹൈബ്രിഡ് പവർ പ്രോജക്റ്റ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ CESC എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.